സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാലി ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഞാനങ്ങ് കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്താണ് കിട്ടുക നബിയേ? അള്ളാന്റെ മാർഗത്തിൽ ഞാൻ വധിക്കപ്പെട്ടാൽ എനിക്ക് എന്താണ് ലഭിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, അൽ ജന്ന, സ്വർഗം ഉറപ്പാണ്, സ്വർഗം കിട്ടും കേട്ടോ. ഫലമ്മ വല്ല, ഈ സഹാബി അങ്ങ് തിരിഞ്ഞു പോകുമ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയാണ്, ഇല്ലദ്ദൈൻ, കടമുണ്ടെങ്കിൽ അതിൽ പെടൂല കേട്ടോ. ഷഹീദ് കടബാധിതനായിട്ടാണ് മരിച്ചുപോയതെങ്കിൽ, കടം വീട്ടിയിട്ടില്ലാത്ത നിരക്കാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ ആ ഷഹീദിന്റെ റൂഹിനെ സ്വർഗപ്രവേശനത്തിന് തടഞ്ഞു വെക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്യുന്നതമായ പദവി ലഭിക്കുന്ന ഷഹീദുകളുടെ ആത്മാക്കൾക്ക് പോലും സ്വർഗീയ പ്രവേശനത്തിന് തടസ്സം കടബാധ്യതയാണെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം. ആവശ്യമില്ലാതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർ ചെയ്യും പോലെ എനിക്കും ചെയ്യണം എന്ന ആ പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതാ ഇസ്ലാം വിലക്കിയിട്ടുള്ള രൂപത്തിൽ പോലും ലോണുകൾ എടുക്കുകയും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുകയും അങ്ങനെ ആ രൂപത്തിൽ കടബാധിതനായിക്കൊണ്ട് മൂക്കറ്റം കടത്തിൽ മുങ്ങിക്കൊണ്ട് അതിന്റെ പേരിൽ നുണ പറയേണ്ടി വന്നുകൊണ്ട് അതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അപമാനഭാരം സഹിക്കേണ്ടി വന്നുകൊണ്ട് ആ നിലക്ക് കടക്കാരനായിക്കൊണ്ട് മരിച്ചുപോയാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ അടുക്കൽ ജനാസ കൊണ്ടുവരപ്പെട്ടാൽ ചോദിക്കാറുണ്ട് പോലും അവിടുന്ന്, ഈ ജനാസക്ക്, ഈ മയ്യത്തിന് കടങ്ങൾ ബാക്കിയുണ്ടോ? ആരെങ്കിലും അത് വീട്ടാൻ തയ്യാറുണ്ടോ? കടങ്ങളുള്ള മയ്യത്താണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് ജനാസ നമസ്കരിക്കാതെ മാറി നിൽക്കാറാണ് പതിവ്. സഹാബിമാരോട് പറയും, നിങ്ങൾ നമസ്കരിച്ചോളൂ, കാരണം ഫർള് കിഫായ എന്ന നിലക്ക് നിസ്കാരം നടക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് പാടില്ല, എനിക്ക് ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നമസ്കാരത്തിന് പോലും അർഹതയില്ലാതാകുന്ന നിലക്ക് അന്ന് മാറ്റിവെക്കപ്പെട്ട അവസ്ഥയാണുള്ളതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കടക്കാരായിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന ഭാര്യമാരുണ്ട്, അതിനുവേണ്ട രൂപത്തിൽ പ്രേരിപ്പിക്കുന്ന മക്കളുണ്ട്, അതിനുവേണ്ട രൂപത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്. എല്ലാം ശപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം കണ്ടില്ലേ നിങ്ങൾ, അള്ളാന്റെ അടുക്കൽ അത്യുന്നത പദവി കിട്ടേണ്ടുന്ന ഷഹീദ് പോലും അതാ സ്വർഗപ്രവേശനം അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം കടം വീടപ്പെടട്ടെ. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കുള്ള കടങ്ങൾ വീട്ടാൻ ബന്ധുക്കൾ ഉടനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന് പലപ്പോഴും ആളുകൾ എന്താ ചെയ്യാ, മയ്യത്തിന് കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ വീട്ടണം, ഒക്കെ ശരിയാണ്. ആദ്യമൊക്കെ ജനാസ നിസ്കരിക്കുന്നിടത്ത് വിളിച്ചു പറയും, എന്ത്, ഇതാ ഇന്നയാള് എന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ടയാളാണ്, ഞാനാണത് അവരുദ്ദേഹത്തിന്റെ മസൂല്, ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണേ, പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്നൊക്കെ അങ്ങ് പറയും. അത് പലയിടത്തും ആത്മാർത്ഥമായിട്ടല്ല, പലയിടത്തും അതൊരു ചടങ്ങ് പറയലും പറയിപ്പിക്കലുമാണ്. അതങ്ങ് അനൗൺസ്മെന്റ് ചെയ്യും. പക്ഷേ എന്നിട്ടോ ഈ ചങ്ങാതി വീട്ടിലേക്ക് പോയാൽ അയാൾക്കുള്ള വലിയ കടബാധ്യതകളെ കുറിച്ച് ആളുകൾ വന്നാൽ ഇയാൾ വരെ തിരിച്ചയച്ചിട്ട് കുടുംബങ്ങളുമായി കൂടിയാലോചിക്കാറുണ്ട് പലയിടത്തും. എന്താ കൂടിയാലോചന? ഇതാ ഈ വ്യക്തിക്ക് ഒരുപാട് പറമ്പുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയായിരിക്കും,
അതല്ലെങ്കിൽ ഒട്ടേറെ മറ്റേതെങ്കിലും വസ്തുക്കളുടെ ഉടമയായിരിക്കും. എന്നിട്ട് ഇവര് കാത്തു നിൽക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അവകാശത്തിലുള്ള 10 സെന്റ് ഭൂമി അല്ലെങ്കിൽ ഇന്ന ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ സ്വത്ത്, അത് നമ്മൾ ഇപ്പൊ കൊടുത്ത വില കമ്മിയാകും, വില കൂടുതൽ കിട്ടട്ടെ, ഒരു 2 കൊല്ലം അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ 6 മാസം കിടക്കട്ടെ, അല്ലെങ്കിൽ 1 വർഷം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വിറ്റാൽ വലിയ സംഖ്യക്ക് ആ ഭൂമി കൈമാറപ്പെടും. എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കടം വീട്ടാമെന്ന് വിചാരിച്ചിട്ട് ഈ മയ്യത്തിന്റെ കടം ഉടനടി വീട്ടാതെ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്ത് വരെ കച്ചവട കണ്ണോടുകൂടി നീട്ടിവെച്ചിട്ട് പിന്നീട് ബ്രോക്കർമാരെ ഏൽപ്പിച്ച് അതുപോലെ തന്നെ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമൊക്കെ ശേഷം മാത്രം വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് കിട്ടുന്ന വലിയ സംഖ്യയിൽ നിന്ന് തുച്ഛമായ ഒരു വിഹിതം കൊണ്ട് ഈ കടം വീട്ടാൻ കാത്തു നിൽക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ. പാടില്ല കേട്ടോ, പാടില്ലാത്ത സംഗതിയാണ്. കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ ആത്മാവിന് സുഖമുണ്ടാവില്ല. ഈ ആത്മാവിന് സുഖം കിട്ടണ്ടേ, ഈ ആത്മാവിന് ആനന്ദം ലഭിക്കണ്ടേ, ഈ ആത്മാവിന് നൽകപ്പെടേണ്ടുന്ന സ്വർഗീയമായ സുഖങ്ങളിൽ നിന്ന് അത് തടയപ്പെടാൻ കാരണമാകുന്നു, സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ മരണം നടന്നിട്ടുണ്ടോ, ആരൊക്കെയാണ് അതിന്റെ ബന്ധപ്പെട്ടവരെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഉടനെ കൊടുത്തു വീട്ടേണ്ടതുണ്ട്. കാരണം സ്വത്ത് ഓഹരി വെക്കുന്നത് പോലും, അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ടത് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? മിൻ ബഅദി വസിയത്തിൻ യുസാബിഹാ ഔ ദൈൻ. മയ്യത്ത്, ആ മരിച്ചുപോയ വ്യക്തി വല്ല വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് വീട്ടിയതിന്റെ ശേഷമേ സ്വത്തോഹരി ചെയ്യാവൂ. അതുപോലെ തന്നെ ഔ ദൈൻ, കടങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ആ കടങ്ങളും വീട്ടിയതിന്റെ ശേഷമല്ലാതെ സ്വത്തോഹരി വെക്കാൻ പാടുള്ളതല്ല. വളരെ ഗൗരവമാണ്. നമ്മുടെ സമുദായം ചിന്തിച്ചിട്ടില്ല, നമ്മുടെ ആളുകൾ ആലോചിച്ചിട്ടില്ല. പലയിടത്തും ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ നടക്കുന്നുണ്ട്. കടങ്ങൾ ലക്ഷക്കണക്കിനുണ്ടാവും. ലക്ഷക്കണക്കിനുള്ള കടങ്ങൾ ഇപ്പാണ് കൊടുത്ത് വീട്ടിയാൽ എന്താവും? പിന്നെ ഇവർക്കൊന്നും കിട്ടാല്ല. നോക്കണം, കണ്ണതാണ്. ഇപ്പോൾ ഈ വ്യക്തിക്കൂടെ 10 ലക്ഷം കടണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം കടണ്ട്. ഈ 5 ലക്ഷം കടം ഇപ്പൊ മരണം നടന്ന പിറ്റേന്ന് തന്നെ ഉടനെ ആ സ്ഥലം വിറ്റ്, അതല്ലെങ്കിൽ അത് വിൽക്കാൻ വെച്ച് അതങ്ങ് കൊടുത്തു വീട്ടിയാൽ പിന്നെന്തായി? പിന്നെ അവകാശികൾക്കൊന്നും കിട്ടാല്ല, സ്വത്തൊക്കെ പോയില്ലേ. അതുകൊണ്ട് ചില സൂത്രം കാണുകയാണ്. എന്താ സൂത്രം? ഇത് കുറച്ചു കാലം കഴിയട്ടെ, ഇപ്പൊ വീട്ടണ്ട, ആ ഭൂമി എവിടെ കിടക്കട്ടെ, കുറച്ചു കാലം കഴിയട്ടെ. ഇപ്പൊ 5 ലക്ഷം കിട്ടുന്ന ഭൂമിക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷമാകും. അപ്പൊ നമുക്കെന്തായി? അന്ന് 5 ലക്ഷം കടം വീട്ടാം, ബാക്കി 5 ലക്ഷം നമുക്ക് തുല്യമായി അതാ ഓഹരിയുടെ അവകാശികൾക്ക് സ്വത്തായി ഓഹരി വെക്കുകയും ചെയ്യാം. പാടില്ലെന്നായി പറയുന്നത്. കാരണം എന്തെന്നല്ലേ? അതുവരെ ഈ ആത്മാവിന് സുഖമുണ്ടോ? ആരാ കുറ്റക്കാരാകുന്നത്? ആരാ കാരണക്കാരാകുന്നത്? അതുകൊണ്ട് കടങ്ങളുണ്ടെങ്കിൽ ഉടനെ അത് വീട്ടേണ്ടതുണ്ട് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വളരെ ഗൗരവമാണ്. ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ കടങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ, അത്രയും അത് ആപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.